ഇന്ന് ലോക ആത്മഹത്യ പ്രതിരോധ ദിനമാണ്. പ്രതിവർഷം 7 ലക്ഷം പേരാണ് ആത്മഹത്യ ചെയ്യുന്നതെന്നാണ് UN-ന്റെ കണക്കുകൾ. 7 ലക്ഷം. സംഭാഷണം ആരംഭിക്കാം, ആത്മഹത്യ ഇല്ലാതെയാക്കാം എന്നതാണ് ഇത്തവണത്തെ ആപ്തവാക്യം. സങ്കടങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞാൽ പകുതിയാവും, സന്തോഷമുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാലോ അത് ഇരട്ടിയാകും. അതാണ് പഴമക്കാർ പറയുന്നത്. എന്തായാലും തുറന്ന സംഭാഷണമാണ് ആത്മഹത്യ ഇല്ലാതാക്കാനുള്ള ഒരു വഴി. കൊല്ലത്തെ വിസ്മയ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഷഹാന, കടമക്കുടിയിൽ ലോൺ ആപ്പുകാരുടെ ഭീഷണിയിൽ ജീവൻ ഒടുക്കിയ ദമ്പതികൾ, പോലീസുകാർ, സ്കൂളിൽ അധ്യാപകർ വഴക്കു പറഞ്ഞതിന് ആത്മഹത്യ ചെയ്ത കുട്ടികൾ, പട്ടിക നീളുന്നു. മാനസിക സമ്മർദ്ദം, ആരോഗ്യ പ്രശ്നം, സാമ്പത്തിക ബാധ്യത, ജോലി സമ്മർദ്ദം, പ്രണയ നൈരാശ്യം, സ്ത്രീധന പീഡനം എന്നിങ്ങനെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ തിരിച്ചടികൾക്കും ആത്മഹത്യയുടെ വഴി തെരഞ്ഞെടുക്കുന്നവർ അനവധിയാണ്. ഓരോ 40 സെക്കൻഡിലും ഒരാൾ വീതം ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നുവെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ടുകൾ. 2003 മുതലാണ് ദിനാചരണം ആരംഭിക്കുന്നത്. ആത്മഹത്യ തടയുന്നതിന് സ്വീകരിക്കാവുന്ന നടപടികളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനാണ് ദിനാചരണം. ഓർക്കുക, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ. ഇത്ര സുന്ദരമായ ഒരു ജീവിതം നമ്മൾ കുറച്ചു കാലമേ ജീവിക്കുള്ളൂ. ഞാൻ തുടർച്ചയായി പ്രേക്ഷകരോട് പറയുന്നൊരു കാര്യമുണ്ട്. ഒരു ഹ്രസ്വകാലത്തേക്ക് ഈ ഭൂമിയിൽ അതിഥികളായി എത്തിയ നമുക്ക് ഇവിടുത്തെ കാഴ്ചയും ഇവിടുത്തെ മനുഷ്യരെയും ഇവിടുത്തെ ഭക്ഷണവും ഇവിടുത്തെ കാറ്റും ഇവിടുത്തെ പാട്ടും ഈ ലോകത്തെയും ഒക്കെ അറിഞ്ഞു പോകാൻ കിട്ടുന്നൊരു അവസരമാണ്. അത് എന്തിനു നിങ്ങൾ നേരത്തെയാക്കണം? അതാണ്